നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നാം ചർച്ച ചെയ്യുന്നത് സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജിയെക്കുറിച്ചാണ്. വളരെ പ്രാചീനമായൊരു ശാസ്ത്രമാണ് ഈ സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി എന്ന് പറയുന്നത്, അല്ലേ? ഇന്ന് ലോകമാകെ പ്രചാരം നേടിക്കഴിഞ്ഞു. ഇതിൻ്റെ ആധികാരികത എല്ലാ ജീവിതത്തിൻ്റെ നാനാതുറകളിലും ഉള്ളവരും അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ സാരഥികളൊക്കെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഖ്യാശാസ്ത്ര തത്വം അനുസരിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ഗൃഹപാഠത്തിലൂടെ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിഥിയായിത്തിരിക്കുന്നത് പ്രശസ്ത ന്യൂമറോളജിസ്റ്റും വാസ്തു കൺസൾട്ടൻറ്റുമായ ഡോക്ടർ വേലായുധൻ. സർ നമസ്കാരം. സർ, ഇപ്പം നവരാത്രി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം 24 എന്ന് പറയുന്നത് വിജയദശമിയാണ്, അല്ലേ? അപ്പോൾ വിജയദശമിയോടനുബന്ധിച്ച് ഒരുപാട് കുട്ടികൾ വിദ്യാരംഭം കുറിക്കുകയും അല്ലെങ്കിൽ പല ഇതിന് വേണ്ടിയിട്ടുള്ള തുടക്കം എല്ലാം ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം എന്ന് 15-ാം തീയതി മുതൽ പൂജവയ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ മിക്കവാറും ആൾക്കാർ ഇന്നാണ് പൂജ വയ്ക്കുന്നത്. ഇന്ന് പൂജ വെച്ച് നാളെ ഒരു ദിവസം പഠിക്കേണ്ട, മറ്റന്നാൾ രാവിലെ വിജയദശമി എന്നുള്ള. സാർ, ഈ പൂജ വയ്ക്കുന്നതിന് എന്തെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടത്? പൂജ വയ്ക്കുന്നത് നമ്മുടെ പഴയ സിസ്റ്റം അനുസരിച്ച് എന്താണെന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിക്കാണ് ഇപ്പോൾ ഈ ഒരു 15 ദിവസം പ്രാധാന്യം കൊടുക്കുന്നത്. സരസ്വതി ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹമോ വച്ചിട്ട് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ സരസ്വതി കീർത്തനങ്ങൾ കഴിയുന്നതും ആ വിജയദശമി ദിവസങ്ങളിൽ പാടാൻ നോക്കുക. ഈ 10 ദിവസമെങ്കിലും കഴിയുന്നതും കുട്ടികളെ കൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ഒതുങ്ങി നിൽക്കാൻ നോക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നാൽ വിജയദശമി ദിവസം തന്നെ കൊച്ചു കുട്ടികളെ എഴുത്തിനിരുത്താനും പുതിയ കോഴ്സുകളിലേക്ക് ചേർക്കുവാനും അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസപരമായ പല കാര്യങ്ങൾ തുടങ്ങുന്നതിന് പറ്റിയ ഒരു ദിവസമാണ് വിജയദശമി. അപ്പോൾ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി, അതിൽ കൂടുതൽ വിശ്വാസത്തോടു കൂടി അതിനകത്ത് ആ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾ തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചോളം നമ്മുടെ രക്ഷകർത്താക്കളാണ് ഇതിനൊരു പ്രാധാന്യം നൽകേണ്ടത്. കുട്ടികൾക്ക് അതിൻ്റെ കഥകൾ മനസ്സിലാക്കി കൊടുക്കുകയും അത് എന്തിനാണ് ഇങ്ങനൊരു പൂജ ഫെസ്റ്റിവൽ നടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ ഇല്ലയോ അത് വേറെ, പക്ഷെ അതിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരിതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടമായി ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമുക്കിപ്പോൾ എല്ലാ പിള്ളേരും നാളെ ഒരു ദിവസം പഠിക്കണ്ടല്ലോ എന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ എഴുതിച്ച് പഠിക്കണം, നല്ല നല്ല കാര്യങ്ങൾ പഠിക്കണം. അന്ന് പഠിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ തലയിൽ കയറും, നല്ല മാർക്ക് കിട്ടും, നല്ലൊരു ഉന്നത സ്ഥലത്ത് എത്തിച്ചേരാം എന്നുള്ള ഒരു മോറൽ സപ്പോർട്ട് കൂടി നമ്മുടെ രക്ഷകർത്താക്കൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും അത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ഈ മാർച്ച് 1 മുതൽ ഏപ്രിൽ 14 വരെ ജനിച്ച കുട്ടികൾ, കുറേ പേര്, ഏകദേശം ഒരു 10-70% കുട്ടികളും സയൻസ് കണക്ക് വിഷയങ്ങൾ താല്പര്യമുള്ളവരായി കാണും. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ വിഷയങ്ങളിൽ കൂടുതൽ മുൻതൂക്കം കൊടുത്ത് അവരുടെ ഈ മേഖലകളിലേക്ക് കടത്തിവിടുക. അപ്പോൾ സയൻസ് മാത്സ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ കാണും. അതിനകത്ത് അവരൊക്കെ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ബേസ് രക്ഷകർത്താക്കൾ കൊടുക്കുക. അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ അവരും ഇതേപോലെ എൻജിനീയറിംഗ്, കൃഷി വകുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ദെൻ ജിയോളജി അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നേറി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ മേഖലകളിലോട്ട് അവർക്ക് കടത്തിവിടുക. ടീച്ചേഴ്സ് ആകണം. ഇപ്പോൾ മിക്കവാറും പെൺകുട്ടികൾക്കെല്ലാം ടീച്ചറാകണം, കോളേജ് ലെക്ചറർ. അവരും ഈ അഡ്വക്കേറ്റ് പ്രൊഫഷൻ അവരെല്ലാവരും മെയ് ജൂൺ മാസങ്ങളിൽ 2 മാസം ജനിച്ചവർക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ അവർ ആ മേഖലയിൽ പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാം എന്തായാലും മറ്റൊരു നല്ലൊരു ദിവസമാണ്. ആ മേഖലയിൽ തുടങ്ങുവാനുള്ള ഒരു ചുവടുവയ്പ് വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ പ്രാർത്ഥിക്കുക. എല്ലാത്തിനും മാസങ്ങളുടെ കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം. അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ. സംസാരിച്ചോളൂ.
ആരാണ്? ഞാൻ പത്തനംതിട്ട വിളിക്കുന്നത്. ആ, ആരാണ്? അരവിന്ദ് എന്നാണ് പേര്. സംസാരിച്ചോളൂ സാറിനോട്. സാറേ, എന്റെ ജനനസമയേ 10/3/77 ആ, എന്റെ ഭാഗ്യ നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണ് സാറേ. ഭാഗ്യ നമ്പർ 1 ഒന്നാണല്ലേ? അതെ. ആഹാ. പിന്നെ നക്ഷത്രം ഇപ്പൊ ഈ നമ്പറിൽ വണ്ടിയൊക്കെ എടുത്താലും ഗുണമായിരിക്കും. അതെ, എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 1 വരുന്ന വണ്ടി എടുക്കൂ. ആ അതറിയാൻ വേണ്ടിയാണ്. ശരി ശരി. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മൾ കഴിഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരുടെ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരുപാട് പേർക്ക് ആശ്വാസം പകരാൻ സാധിച്ചു. അവരെല്ലാം തിരിച്ച് വിളിച്ചിട്ടുണ്ട്, വളരെ നന്ദിയുണ്ട്. എന്തായിരുന്നാലും എന്നെ വിളിക്കുമ്പോൾ നിങ്ങളടുത്ത് പറയുകയാണ്, വൈകിട്ട് 6:30-ക്ക് ശേഷം വിളിക്കുന്നതായിരിക്കും നല്ലത്. കോളുകൾ എടുത്തില്ല എന്ന് വിചാരിക്കരുത്, കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാതിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കാതൊക്കെ വേദന എടുക്കുക, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാതെ പോകുന്നത് എന്നുള്ളത് ഒരു അറിയിപ്പായിട്ട് പറയണം. എന്തായാലും 6:30 മണിക്ക് ശേഷം എന്നെ വിളിക്കുക, മിക്കവാറും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ സാർ, മറ്റു മാസങ്ങൾ കൂടെ ഒന്ന് പറയാമോ? നേരത്തെ നമ്മൾ മാർച്ച്, ഏപ്രിൽ പറഞ്ഞു, മെയ്, ജൂൺ പറഞ്ഞു. ജാനുവരി, ഫെബ്രുവരി ഉള്ളവരെല്ലാവരും ഭരണകർത്താക്കളാകും. ദറ്റ് മീൻസ് IAS കാറ്റഗറി ആകും, IAS IPS അങ്ങനെയുള്ള കാറ്റഗറികളാകും. അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആ രീതിയിലാകും. അങ്ങനെയുള്ള പഞ്ചായത്ത് അങ്ങനെ മേഖലയിലെല്ലാം പൊളിറ്റീഷ്യൻസ്. ദറ്റ് മീൻസ് കൂടുതൽ സംസാരിക്കുവാൻ കഴിവുള്ളവരായി തീരുമെന്നുള്ളതാണ്. അത് ജൂൺ മാസത്തിലുള്ളവർക്ക് ഉണ്ട്. എന്നിരുന്നാലും കൂടുതൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് കണ്ടുവരുന്നത്. പിന്നെ അടുത്തത് ജൂലൈ, ഓഗസ്റ്റ്. ഇതൊരു പഞ്ഞമാസം പോലെയാണ്. അത് ഒരിടത്തും എത്തിപ്പെടാത്ത കുറേ ആൾക്കാരാണ്. എത്ര ട്രൈ ചെയ്തിരുന്നാലും ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു നല്ലൊരു വിഷയം തിരഞ്ഞെടുക്കുകയും, അത് ജനറലായിട്ടുള്ള ചില വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതിലോട്ട് ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ എടുക്കാതെ ഒരെണ്ണം മാത്രം എടുത്ത് അതിൽ തന്നെ ശ്രദ്ധ പതിപ്പിക്കുന്നതായിരിക്കും നല്ലത്. സർ, ഓഗസ്റ്റിന്റെ പകുതി വന്നിട്ട് ചിങ്ങം. ഓഗസ്റ്റ് ചിങ്ങയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് വരുന്നത് 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അത് മാത്രമല്ല, രണ്ടാമത്തെ ചിലപ്പോൾ സെപ്റ്റംബറിലാണ് ഓണം വരുന്നത്, ചിലപ്പോൾ ഓഗസ്റ്റിലാണ് വരുന്നത്. ഓഗസ്റ്റ് 30 വരെയും വലിയ പ്രശ്നം തന്നെയാണ്. സെപ്റ്റംബർ 1 മുതൽ 22 മുതലാണ് എന്നുണ്ടെങ്കിലും സെപ്റ്റംബർ 1 മുതലുള്ള നോക്കി അങ്ങനെയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. പിന്നെ നവംബർ എന്ന് പറയുന്നവർ വളരെ ബുദ്ധിമാന്മാരായിരിക്കും. നവംബർ, ഡിസംബർ ഭയങ്കര ബുദ്ധിയാണ്. ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്നത് തലയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പക്ഷേ അവർക്ക് നല്ലപോലെ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുവാനുള്ള അവസരം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതൊക്കെ ദൈവത്തിന് കണ്ട് പറഞ്ഞാൽ മാത്രമേ അവസരങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ നല്ല മേഖലകളിലൊക്കെ അവർ ഉന്നതങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നവരാണ്. പക്ഷേ അവരുടെ ബുദ്ധി വളരെ ഷാർപ്പായിരിക്കും എന്നുള്ളതാണ് ഈ നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഏതാണ്ടിങ്ങനെ 50% ഒക്കെ കടന്നു പോകും എന്നുള്ളതാണ്. പിന്നെ കലാകാരന്മാർ, അവരേത് മാസത്തിൽ ജനിച്ചവരായിരിക്കും? ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് പേര് മുന്നിട്ട് നിൽക്കുകയാണ്. അതായത് ഈ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് ഭാഗ്യം തരുന്ന ചില നമ്പേഴ്സുകളുണ്ട്. 3, 5, 9. ഈ 3, 5, 9 എത്ര പ്രാവശ്യം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നു, പ്ലസ് ടൈമിൽ വരുന്നു, അവരൊക്കെ കലാകാരന്മാരായിട്ടുണ്ടെന്നുള്ളതാണ്. 3 എന്ന് പറയുന്ന ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ നാരായണൻകുട്ടി. എന്റെ മക്കളുടെ പേരിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ പേര് പറയൂ. ഒരാളിന്റെ രൂപേഷ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 26/12/1979. രൂപേഷ് ഇൻഷ്യൽ എന്താണ്? RUPESH. അയാൾ എന്ത് ചെയ്യുന്നു? എന്താണ് ഇനിഷ്യല്? അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഇപ്പോൾ ജോലിയൊന്നും ഇല്ല, +2 കഴിഞ്ഞ് ഇങ്ങനെ ജോലി ഇല്ലാതെ നിൽക്കുകയാണ്. 79 അല്ലേ? അതെ, 79 ആണോ? നോക്കൂ, 1979 ആണോ? 79 കറക്റ്റാ. അപ്പൊ എത്ര വയസ്സായപ്പോ? 32. ഇതുവരെയും ജോലി കിട്ടിയില്ല? ഇല്ല, പലയിടത്തും ഇങ്ങനെ ഒന്നും ആകാതെ ഇങ്ങനെ. അപ്പൊ 29 എന്ന് പറയുന്നത് അയാളുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 2ഉം 7ഉം ആണ്. അപ്പോൾ 34 വയസ്സാകുമ്പോഴേക്ക് നല്ലൊരു സമയം വരുന്നുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഏതെങ്കിലും മേഖലയിൽ കടന്നുകൂടാൻ പറയൂ. ഐവറി കളറും ഗ്രീൻ കളറും ഒക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറയുക. രൂപേഷ് N എന്നല്ല ഇൻഷ്യൽ? രൂപേഷിന്റെ സ്പെല്ലിംഗ് RUP ആണോ ROOP ആണോ? RUPESH. അപ്പോൾ എഴുതുമ്പോൾ ROOP എഴുതാൻ നോക്കൂ കേട്ടോ. മറ്റേ അടുത്ത ആളിന്റെ? അടുത്ത ആള് സൂരജ്, SUREJ. REJ ആണോ?
ആ അങ്ങനെ REJ വന്നു. സൂരജ് എന്നുള്ള സൂരജ്. ഓക്കെ, സൂരജ് N. അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 6/12/1980. അയാൾ എന്ത് ചെയ്യുന്നു? അയാളിപ്പോ IT-ലാണ്, എങ്കിലും ജോലി അത്ര നല്ല ജോലിയൊന്നും ആയില്ല. 80 എന്ന് പറയുമ്പോൾ 32 വയസ്സായി അല്ലേ? അപ്പോൾ 33 വയസ്സാകുമ്പോൾ, 33 വയസ്സെന്ന് പറയാൻ കാരണം അയാളുടെ ബർത്ത് നമ്പർ 6 ആണല്ലോ. 81 കേട്ടോ, സോറി, 81. അപ്പോൾ 19, 12, 31. അതെ, 33 ആകണം. അയാളുടെ ഭാഗ്യ നമ്പർ 6ഉം 5ഉം ആണ്. അപ്പോൾ 32, 33 ആകുമ്പോൾ നല്ലൊരു സമയം വരുന്നുണ്ട്. ബ്ലൂ കളറൊക്കെ ഉപയോഗിക്കാൻ നോക്കൂ. ബ്ലൂ കളർ, ഗ്രേ കളർ. സൂരജിൻ്റെ അകത്ത് RAJ ഇട്ടാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ പോട്ടെ, REJയും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മൾ സിനിമ നടന്മാരാകാൻ ആഗ്രഹിച്ച് നടക്കുന്നു. അപ്പോൾ അതായത് നല്ല പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഈ 3, 5, 9. 3 എന്ന് പറയുന്നത് ജൂപ്പിറ്ററാണ്. 5 എന്ന് പറയുന്നത് ബുധൻ്റെ ഇതാണ്. ദെൻ 9 എന്ന് പറയുന്നത് ചൊവ്വ. അപ്പോൾ ഇവർ 3 പേരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇത്തരം കലാരംഗങ്ങളിൽ ശോഭിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് 2 പ്രാവശ്യം 3, 2 പ്രാവശ്യം 5, 9 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരൊരു കലാരംഗങ്ങളിൽ ഏർപ്പെടും എന്നുള്ളതാണ്. കലയിൽ എന്തായിരുന്നാലും അവൻ്റെ കൂടപ്പുറപ്പായിരിക്കും. പിന്നെ അതിൽ നിന്ന് ശോഭിക്കുന്നത് അവരുടെ ബർത്ത് ടൈം നോക്കണം. ആ ബർത്ത് ടൈമിനകത്ത് ഏത് പ്ലാനറ്റാണ് സറൗണ്ട് ചെയ്യുന്നത്, അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ഇത്തരം ആൾക്കാർ കൂടുതലും വരുന്നത് സെപ്റ്റംബർ മാസങ്ങളിലും മെയ്, ജൂൺ മാസങ്ങളിലുള്ളവരൊക്കെയാണ് കൂടുതൽ. പിന്നെ ഒക്ടോബറിലുള്ള കുറച്ച് ആൾക്കാരും ഈ സിനിമാ ഫീൽഡിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും സിനിമാ ഫീൽഡിനകത്ത് വരണമെന്നില്ല. അവരുടെ ആ ഡേറ്റ് ഓഫ് ബർത്തിനകത്തും അവരുടെ ആ ബർത്ത് ടൈമിലുള്ള ആ മൂൺ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ന്യൂമറോളജി പ്രകാരം പേരാണല്ലോ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അല്ലേ കൂടുതലായിട്ടും. ഇപ്പോൾ പേര് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഒരു പേരിട്ടായിട്ട് പേര് ഇട്ട് നമ്മൾ വിളിക്കുമ്പോൾ വേറെ പേരായിരിക്കും, വീട്ടിൽ എടുക്കുന്ന നിക്ക് നെയിം അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പേര് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ ഭാഗ്യ നമ്പറിനനുസരിച്ചുള്ള പേരുകൾ സെലക്ട് ചെയ്യുക. അത് തന്നെയായിരിക്കണം വിളിക്കേണ്ടത്. പിന്നെ അതൊരു വലിയ പേരാണ്, നീണ്ടതാണ്, വിളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ന്യൂമറോളജി അനുസരിച്ച് തന്നെ വീട്ടിൽ വിളിക്കുവാനുള്ള മറ്റൊരു പേര് കൂടി നമ്മൾ കണ്ടെത്തണം. പക്ഷേ അതിന് പകരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ചെറിയ പേരുകൾ ഇയാളുടെ ഭാഗ്യ നമ്പറിൻ്റെ എനിമി നമ്പർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് അത് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചിലർ പേര് വിളിക്കുന്ന സമയത്ത് ആ വലിയ പേരിനെ ചുരുക്കിയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും പാടില്ല. വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറോളജി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പേര് തന്നെ വീട്ടിൽ വിളിക്കാനും ഓഫീസിൽ സ്കൂളിലേക്കും അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ നമ്മളൊരു പേരിട്ടു. അപ്പം അച്ഛൻ്റെയും കൂടെ പേര് ചേർത്തായിരിക്കുമല്ലോ, അതും കൂടെ ചേർത്തിട്ടാണോ നമ്മൾ ന്യൂമറോളജി നോക്കേണ്ടത്? ചേർത്തിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ എന്തായാലും വീട്ടിൽ അങ്ങനെ വിളിക്കാൻ സാധിക്കില്ലല്ലോ. സാധിക്കില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു പേര് സെലക്ട് ചെയ്യുക. ചെറിയ പേര് സെലക്ട് ചെയ്ത് അത് ന്യൂമറോളജി അനുസരിച്ച് തന്നെ സെലക്ട് ചെയ്യണം. കാരണം അതായിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നത്, റിലേറ്റീവ്സ്, അവരെല്ലാം വിളിക്കുന്ന ആ പേരായിരിക്കും. അപ്പോൾ ആ പേരിൽ നമ്മളിങ്ങനെ പവർ വരണം എന്നുണ്ടെങ്കിൽ ആ പേരും ന്യൂമറോളജി അനുസരിച്ച് തന്നെ ആയിരിക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ പേര് ന്യൂമറോളജി പ്രകാരം നമ്മൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ആ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് തീയതി 22 അല്ലേ? 22-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 4ഉം 1ആണ്. പക്ഷേ 4 എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ അങ്ങനെ ഒരു കൊടുക്കാറില്ല. അതിന് പകരം 4നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്പറാണ് സണ്ണിൻ്റെ നമ്പർ 1. അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മൾ ഉപദേശിക്കാറുള്ളത് എയിൽ തുടങ്ങുന്ന പേരുകൾ സെലക്ട് ചെയ്യാൻ പറയും. അതുപോലെ അവസാനിക്കുന്നതും എ ആയിരുന്നാൽ കൊള്ളാം, അനുജ എന്നൊക്കെ പറയുന്ന പേരുകൾ എയിൽ തുടങ്ങാൻ പറയും, എയിൽ അവസാനിക്കാൻ പറയും. രണ്ടാമത്തത് ബിസിനസ്സുകാരും ഇതേപോലെ AIJ ഈ ലെറ്ററിൽ തുടങ്ങുന്ന പേരുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ പേരുകളിൽ ഒരു പേര് സംഘടിക്കുക. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ A ആയിരിക്കണം, I ആയിരിക്കണം, അല്ലെങ്കിൽ J ആയിരിക്കണം. എൻഡിങ് ലെറ്റർ വന്നിട്ട് A തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല, ആയിരുന്നാൽ കൊള്ളാം. അപ്പോൾ അങ്ങനെയുള്ള പേരുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറയുക. പിന്നെ അതിനുശേഷം ഇതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ വാല്യൂസ് അയാളുടെ
ആ ഫേറ്റ് നമ്പറും അല്ലെങ്കിൽ ബർത്ത് നമ്പറുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വരുന്ന ഒരുപാട് കോൾസുകളും ഈ നെറ്റിൽ നിന്നൊക്കെ എടുത്ത് ധാരാളം പേരുകൾ, നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് പേരുകൾ, വിളിക്കാൻ പ്രയാസമുള്ള പേരുകൾ, മറ്റുള്ളവരുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പറ്റാത്ത പേരുകളൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം അവരുടെയൊക്കെ ആഗ്രഹം എൻ്റെ മകൻ്റെ പേര് വേറെ ഒരുത്തനും ഉണ്ടാകരുത് എന്നുള്ള ഒരു രീതിയിലാണ്. അങ്ങനെയൊന്നും കാര്യമില്ല. നമ്മൾ പേര് സെലക്ട് ചെയ്യുമ്പോൾ വിളിക്കാനും ലോകത്ത് അറിയുന്ന രീതിയിൽ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മിക്കുവാനുള്ള പേരുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടുതലും എയിൽ തുടങ്ങും. പിന്നെ ചിലർ പറയുന്നുണ്ട് എസ്സിലും യുയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആനമല്ലേ വിളിക്കുള്ളൂ എന്ന് പറയാറുണ്ട്. അതൊരു കാര്യമില്ല. എസ് എന്നൊക്കെ പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് എന്നുള്ളതാണ്. പക്ഷേ പവർഫുൾ അല്ലാത്ത നമ്പറിൽ കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ എഫിൽ തുടങ്ങുന്ന പേരുകൾ, പിയിൽ തുടങ്ങുന്ന പേരുകളൊക്കെ ചില പേരുകൾ അത്ര ഒരു ശോഭിക്കുകയില്ല എന്നുള്ളതാണ്. അവർക്ക് തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. എഫിലും ഇപ്പോൾ ഫറൂഖ്, പി, പരമേശ്വരൻ എന്നുള്ള ആ പേരുകളെല്ലാം കുറച്ചൊരു തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എഫും ബി ഒക്കെ കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ സാർ, നമുക്ക് ഗൃഹപാഠത്തിൽ ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.